സോ ഈ വീഡിയോയിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കിനെ പറ്റിയാണ് പറയാൻ പോണത്, എംബഡഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ട്രാൻസ്ഡ്യൂസർ എന്താ, അതിൻ്റെ വർക്കിംഗ് എന്താ, അതേപോലെ സിഗ്നൽ എന്താ, അനലോഗ് സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ, അതിൻ്റെ കൺവേർഷനൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, സോ ഈ മൊഡ്യൂളത്തെ വേറൊരു ടോപ്പിക്കാണ് എംബഡഡ് സിസ്റ്റം. ഓക്കെ, സോ എംബഡഡ് സിസ്റ്റം എന്താണെന്ന് നോക്കണ മുമ്പ് ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, ഒരു വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ ഒരു മൈക്രോവേവ് ഓവന്, അങ്ങനത്തെ സ്മാർട്ട് വാച്ച്, അങ്ങനത്തെ ഒക്കെ ഡിവൈസസ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിലൊക്കെ കോമൺ എന്താ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സ്മോൾ കമ്പ്യൂട്ടർ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യണത്. ഇപ്പോൾ സ്മാർട്ട് വാച്ചൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ഹ്യൂമൻ്റെ സ്റ്റെപ്സ്, അതേപോലെ പൾസ്, അതൊക്കെ കൗണ്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഓവനാണെങ്കിൽ ആ ഒരു ടൈം സെറ്റ് ചെയ്താൽ താനെ ആ ടൈമിൽ ഓഫ് ആവും, അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്, അതിൻ്റെ ഉള്ളിലൊരു സ്മോൾ കമ്പ്യൂട്ടറുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ ആ സ്മോൾ കമ്പ്യൂട്ടറിനാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, so an electronic or electromechanical system which is designed to perform a specific function. അപ്പോൾ ഒരു സ്പെസിഫിക് ഫംഗ്ഷനെ അത് പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, സോ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പൈൻഡ് ആണത്. ഓക്കെ, അപ്പോൾ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടറാണ്, ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു കമ്പ്യൂട്ടറാണ്. ഒരു ലാർജ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്മോൾ കമ്പ്യൂട്ടറാണ് എംബഡഡ് സിസ്റ്റം. ഓക്കെ, അതിന് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ നോർമൽ കമ്പ്യൂട്ടർ, ഇപ്പോൾ നമ്മളെല്ലാം ലാപ്പ്, അതൊക്കെ ഇങ്ങനെയാണ്, കുറേ ടാസ്കുകൾ ചെയ്യും. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ കോഡ് ചെയ്യും, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യും, അങ്ങനെ പല ടാസ്കുകളും ചെയ്യും. പക്ഷേ ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ മാത്രമാണ് അതിനെ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ആൻഡ് അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവും, സൈസ് ഭയങ്കര ചെറുതാണ് ഉണ്ടാവുക, പെർഫോമൻസ് ഹൈ ആവും, അതേപോലെ പവർ കൺസപ്ഷനൊക്കെ കുറവാകും. ഓക്കെ, അപ്പം ഇതൊരു മൈക്രോ കൺട്രോളർ ആണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഒരു സ്പെസിഫിക്, ഒരു ഡെഡിക്കേറ്റഡ് ടാസ്ക് മാത്രം ഒരു വലിയ മെഷീൻ്റെ ഉള്ളിലുള്ള ഒരു ഡിവൈസാണ് എംബഡഡ് സിസ്റ്റം. ഓക്കെ, സോ എംബഡഡ് സിസ്റ്റംസ് ആർ യുണീക്ക് ഇൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ആൻഡ് ഓൾസോ സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ആലോചിക്കുക, ഒരു വാഷിംഗ് മെഷീൻ. ആ വാഷിംഗ് മെഷീനിൽ നമുക്ക് എന്തെങ്കിലും ബ്രൗസ് ചെയ്യാനോ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ അതിൽ വേറൊരു സാധനമൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ക്ലോത്ത്സ് വാഷ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു വാഷിംഗ് മെഷീൻ ഒരു എംബഡഡ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതെന്താ, ഒരു സ്പെസിഫിക് ടാസ്ക് വാഷ് ചെയ്യുക എന്നുള്ളൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്മോൾ കമ്പ്യൂട്ടറുള്ളൊരു ഒരു സിസ്റ്റമാണ് വാഷിംഗ് മെഷീൻ. അതാണ് ഒരു എംബഡഡ് സിസ്റ്റം. ഓക്കെ, പക്ഷെ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ബ്രൗസ് ചെയ്യുക, ഒരു ഫിലിം കാണുക, ഗെയിം കളിക്കുക, ഫോട്ടോസ് നോക്കുക, അങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യുക, അങ്ങനെ പലതും ചെയ്യാം. ഓക്കെ, so an embedded system is a microcontroller or microprocessor based system that is designed to specify a dedicated function within a large mechanical or electrical system. Okay, അതിൻ്റെ എക്സാമ്പിൾസ് ഇതാ, വാഷിംഗ് മെഷീൻ, നേരത്തെ പറഞ്ഞ പോലെ ഓവന്, ഡിജിറ്റൽ ക്യാമറ, പ്രിൻ്റർ, ട്രാഫിക് ലൈറ്റ് കൺട്രോളർ, എയർ കണ്ടീഷണർ, സ്മാർട്ട് വാച്ച്, ഓട്ടോമൊബൈൽ കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ എയർ കണ്ടീഷണർ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു സ്മാർട്ട് AC ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ ഒരു 25 ഡിഗ്രി എബവ് ആയി കഴിഞ്ഞാൽ താനെ AC ഓൺ ആവണം. അങ്ങനെയൊക്കെയുള്ള സെറ്റ് ചെയ്ത് വെച്ച AC ഉണ്ടാവും അല്ലേ, സ്മാർട്ട് ACs. അപ്പോൾ ആ സമയത്ത് അത് ഓൺ ആവും. അതേപോലെ ടെമ്പറേച്ചർ ഇത്ര ആയാലും താനെ ഓഫ് ആവണം. അതൊക്കെയാണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ എംബഡഡ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, പ്രൊസസ്സേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രൊസസ്സർ ഉണ്ട്, മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുക ആ പ്രൊസസ്സറാണ്. അപ്പോൾ ഈ പ്രൊസസ്സർ ആം കോർട്ടെക്സ്, അങ്ങനെ ഏത് പ്രൊസസ്സറോ അതൊരു പ്രൊസസ്സറിൻ്റെ പേരാണ് ആം കോർട്ടെക്സ്. ഓക്കെ, പിന്നെ മെമ്മറി ഉണ്ടാവും, റോമും റാമും ഉണ്ടാവും. റോം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാംസ് ആണ് സ്റ്റോർ ചെയ്യുക. അതായത് ഈ റോമിൽ എങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. റാം എന്ന് പറഞ്ഞാൽ ടെമ്പററിലി സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടാവും, സെൻസേഴ്സ്, സ്വിച്ചസ്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും, നമ്മൾ പറഞ്ഞ പോലെ തന്നെ LED. പിന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ഉണ്ടാവും. അപ്പം എക്സ്റ്റേണൽ, അതായത് സെൻസേഴ്സിനും ഈ പ്രൊസസ്സറിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസുകളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് എംബഡഡ് സിസ്റ്റം. സോ കമ്മിങ് ടു ഹിസ്റ്ററി ഓഫ് എംബഡഡ് സിസ്റ്റം, അത് ജസ്റ്റ് ബേസിക് ആയിട്ട് എന്താ ഹിസ്റ്ററി എന്ന് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഹിസ്റ്ററിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് മോഡേൺ എംബഡഡ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത മോഡേൺ എംബഡഡ് സിസ്റ്റം ഏതാണ്, പോളോ ഗാർഡിയൻസ് കമ്പ്യൂട്ടർ, AGC ഡെവലപ്പ് ചെയ്ത്. AGC ആണ്, അതാരാ ഡെവലപ്പ് ചെയ്തത്, ചാൾസ് സ്റ്റാർക്കാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ അതിന് 2 മൊഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് കമാൻഡ് മൊഡ്യൂൾ, സെക്കൻഡ് ലൂണാർ എക്സ്ക്രൂഷൻ മൊഡ്യൂൾ. ഓക്കെ, സോ ഇതിൽ റാം സൈസും റോം സൈസും ഒക്കെ ജസ്റ്റ് കൊടുത്താണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഹിസ്റ്ററി കൊടുത്താണ്.
നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഡൊമെയിൻസ് ഓഫ് എംബെഡഡ് സിസ്റ്റം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ഡൊമെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഡൊമെയിൻ ഓഫ് എംബെഡഡ് സിസ്റ്റം. സോ എംബെഡഡ് സിസ്റ്റംസ് ആർ വൈഡ്ലി യൂസ് ഇൻ വേരിയസ് ഫീൽഡ്. ഇത് വേരിയസ് ഫീൽഡിൽ യൂസ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് അത് എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ എബിലിറ്റി എന്ന റിയൽ ടൈം കൺട്രോളാണ്, ലോ പവർ കൺസപ്ഷൻ ആണ്, ഹൈ റിലയബിലിറ്റി ആണ്. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് എംബെഡഡ് സിസ്റ്റം യൂസ് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഓക്കെ, കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ എന്താ പറയുന്നത്? ഓക്കെ, സോ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ എന്താ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ ഇലക്ട്രോണിക്സിൻ്റെ എക്സാമ്പിൾ നോക്ക്. സ്മാർട്ട് ടി വി, ഡിജിറ്റൽ ക്യാമറ, ഓവന്, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് വാച്ചസ്, ഇതൊക്കെ എന്താ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അതായത് എംബെഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ ഈ ഡിവൈസസിലൊക്കെ എംബെഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒരു എംബെഡഡ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, അതായത് വെള്ളത്തിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ, എത്ര സൈക്കിൾ അത് കറങ്ങണം, സ്പിന്നിങ് ടൈം എത്രയാണ്, ഡ്രെയിൻ ആയാൽ അങ്ങനെ പല സെറ്റിങ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ എംബെഡഡ് സിസ്റ്റമാണ്. ഇപ്പോൾ സ്മാർട്ട് ടി വിയിലാണെങ്കിലോ ഡിസ്പ്ലേ കൺട്രോൾ, ഓഡിയോ പ്രോസസ്സിങ്, റിമോട്ട് കൺട്രോളൊക്കെ ഈ എംബെഡഡ് സിസ്റ്റമാണ് ചെയ്യുന്നത്. പിന്നെ ഓട്ടോമോട്ടീവ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ കാർ ആലോചിക്കുക. ഒരു മോഡേൺ കാർ ഉണ്ടാവും. ഓക്കെ, സോ ആ കാറിനുള്ളിൽ എന്താണ് ഡസൻസ് ഓഫ് എംബെഡ് സിസ്റ്റംസ് ഉണ്ടാവും അല്ലേ? കുറേ എംബെഡ് സിസ്റ്റംസ് ഉണ്ടാവും ഒരു മോഡേൺ കാറിനുള്ളിൽ, ഓരോ ഫങ്ഷൻസ് ചെയ്യാൻ. അതായത് ഇപ്പം എൻജിൻ കൺട്രോൾ ചെയ്യാൻ, എയർ ബാഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേറെ എംബെഡ് സിസ്റ്റം ആവും. പിന്നെ അതേപോലെ ബ്രേക്കിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേറെ എംബെഡ് സിസ്റ്റം ആവും. ഒരു പാർക്കിംഗ് അസിസ്റ്റൻസിന് അതിനൊക്കെ ഓരോ എംബെഡ് സിസ്റ്റംസ് ആവും. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ എൻജിൻ കൺട്രോൾ, എയർ ബാഗ് കൺട്രോൾ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഇതിനൊക്കെ ഡിഫറെൻറ്റ് എംബെഡ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഫങ്ഷൻസ് എന്താ? വെഹിക്കിളിൻ്റെ മോണിറ്ററിങ്, സേഫ്റ്റി കൺട്രോളിന്, അതേപോലെ തന്നെ എൻജിൻ മാനേജ്മെൻറ്റിന്, ഫ്യൂവൽ എഫിഷ്യൻസി ഒപ്റ്റിമൈസേഷന്, അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ എന്താ പറയുന്നത്? ഇൻഡസ്ട്രീസിൽ, അതായത് റോബോട്ടിക് സിസ്റ്റത്തിലും അങ്ങനത്തെ വേരിയസ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ ഉണ്ടാവും. പിന്നെന്താ ഇപ്പോൾ ഈ വെൽഡിങ്, അങ്ങനത്തെ കൺവെയർ ബെൽറ്റ്, അങ്ങനത്തെ ഡിവൈസസിലൊക്കെ ഈ എംബെഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിവൈസസ്. അപ്പോൾ മെഡിക്കൽ ഡിവൈസസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ECG ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ്, അങ്ങനെ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റ് മോണിറ്ററിങ് സിസ്റ്റംസ്, ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഡിവൈസസ്, അങ്ങനത്തെ ഡിവൈസസിലൊക്കെ എംബെഡ് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, സോ എംബെഡ് സിസ്റ്റംസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മോഡേൺ ഹെൽത്ത് കെയർ ബൈ എനേബിളിംഗ് ആക്യുറേറ്റ് മോണിറ്ററിങ്. ഓക്കെ, ഈ ഡയഗ്നോസിസ്, പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, മോണിറ്ററിങ് ഒക്കെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എംബെഡ് സിസ്റ്റംസ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മളെ മൊബൈൽ ഫോണ്, റൗട്ടേഴ്സ്, നെറ്റ്വർക്ക് സ്വിച്ചസ്, ഇതിലൊക്കെ എംബെഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫങ്ഷൻസ് എന്താ? ഡാറ്റ ട്രാൻസ്മിഷന്, സിഗ്നൽ പ്രോസസ്സിങ്, പ്രോട്ടോകോൾ മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് മോണിറ്ററിങ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എയറോസ്പേസ് ആൻഡ് ഡിഫൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എയർക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റ്, ഡിഫൻസ് സിസ്റ്റം, ഇവിടെയൊക്കെ റിയൽ ടൈം പെർഫോമൻസ് ആണ് അല്ലേ? റിയൽ ടൈം പെർഫോമൻസ് പറഞ്ഞാൽ എന്താ? ഒരു നമ്മൾ വിചാരിച്ചൊരു ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആക്ഷൻ വന്നിരിക്കണം. ഓക്കെ, അതാണ് റിയൽ ടൈം. ഓക്കെ, സോ അങ്ങനത്തെ ഇതിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, മിസൈൽ ഗൈഡൻസ്, റഡാർ സിസ്റ്റത്തിലൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഫങ്ഷൻസ് എന്താ? നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടാർഗറ്റ് ട്രാക്കിങ്, മിഷൻ കൺട്രോൾ ഒക്കെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി ഫ്ലൈറ്റിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് ഇങ്ങനെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഓരോന്ന് കൺട്രോൾ ചെയ്യാണ്. ഓക്കെ, അതൊക്കെ എംബെഡ് സിസ്റ്റത്തിൻ്റെതാണ്. പിന്നെ സ്മാർട്ട് ഹോം സിസ്റ്റം, അതായത് ഇപ്പോൾ ഒരു സ്മാർട്ട് ഡോർ ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഡോറ് അടഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ആവണം, എന്നിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ അൺലോക്ക് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ സിസ്റ്റമൊക്കെ എംബെഡ് സിസ്റ്റം ആണ്. ഓക്കെ, സ്മാർട്ട് ലൈറ്റിംഗ് സിസ്റ്റം. ഇപ്പം ഒരു റൂമിൽ ലൈറ്റ് ഓഫ് ആണ്, അപ്പോൾ ഒരാൾ വന്ന് മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്താൽ ലൈറ്റ് താനേ ഓൺ ആവണം, അങ്ങനത്തെ ഒക്കെ റൂംസ്, വീടുകൾ ഉണ്ടാവുമല്ലോ സ്മാർട്ട് ഹോംസൊക്കെ, അതൊക്കെ എംബെഡ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഫങ്ഷൻസ് എന്താ? റിമോട്ട് മോണിറ്ററിങ്, എനർജി മാനേജ്മെൻറ്റ്, ഹോം ഓട്ടോമേഷൻ, സെക്യൂരിറ്റി കൺട്രോൾ, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്. ഓക്കെ, പിന്നെ IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഓക്കെ, IoT എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു CCTV ഉണ്ട് അല്ലേ? ആ CCTV എന്താ? ഒരു ഡിവൈസാണ്. ഈ ഡിവൈസിനെ ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതൊരു IoT ആവുന്നത്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആവുന്നത്. ഫിസിക്കൽ ഡിവൈസസും ഇൻ്റർനെറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് IoT. ഓക്കെ, സോ ഇപ്പോൾ ഒരു CCTVത്തെ വീഡിയോസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഒരു IoT. ഓക്കെ, അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർനെറ്റും ഫിസിക്കൽ ഡിവൈസസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡാറ്റാസ് കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, ഡാറ്റ എക്സ്ചേഞ്ച് നടത്തുക, ഇതൊക്കെയാണ് IoT. ഇപ്പോൾ സ്മാർട്ട് സെൻസേഴ്സ്, സ്പീഡ് മീറ്റേഴ്സ്, വെയറബിൾ ഡിവൈസസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫിറ്റ്നസ് ബാൻഡൊക്കെ അല്ലേ നമ്മൾ കയ്യിലിടും, ഫിറ്റ്നസ് ബാൻഡ്, എന്നിട്ട് നമ്മൾ നടക്കുമ്പോൾ സ്റ്റെപ്സ് കാണും, നമ്മൾ എത്ര കലോറി ബേൺ ചെയ്ത് അങ്ങനെയൊക്കെ കാണും, അതൊക്കെ ഒരു എംബെഡ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫങ്ഷൻസ് ഡാറ്റ കളക്ഷൻ ഉണ്ട്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, റിമോട്ട് മോണിറ്ററിങ്, ഡാറ്റ അനാലിസിസ്, ഡിവൈസ് കൺട്രോൾ. ഓക്കെ,
നെക്സ്റ്റ് ഇവിടെ ഒരു ജനറൽ മോഡൽ ഓഫ് എംബഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞ എംബഡ് സിസ്റ്റത്തിൽ മെയിനായിട്ട് എന്താ ഉള്ളത്? ഒരു പ്രൊസസ്സർ ഉണ്ട് അല്ലേ, ഒരു പ്രൊസസ്സർ ഉണ്ട്, പിന്നെന്താ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ സെൻസർ ഇങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇവിടുന്ന് സെൻസ് ചെയ്തിട്ട് പ്രൊസസ്സറിൻ്റെ ഉള്ളിലേക്ക് ഇടും. പ്രൊസസ്സർ എന്നിട്ട് അതിങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് മെമ്മറിന്ന് ആവശ്യമുള്ള, അതായത് ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, നമ്മൾ ഒരു സ്മാർട്ട് ഫാൻ ഉണ്ട് നമ്മളെ വീട്ടിൽ. ഓക്കെ, നമ്മളെ വീട്ടിലൊരു ഒരു സ്മാർട്ട് ഫാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതെങ്ങനെ വർക്കിംഗ് എന്ന് വെച്ചാൽ, ഇപ്പോൾ റൂമിലത്തെ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആയി. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചർ സെൻസറാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസർ എപ്പോഴും ടെമ്പറേച്ചർ ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴാണോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ മെമ്മറിയിൽ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മെമ്മറിയിൽ എന്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? 30 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഫാന് ഓൺ ആവണം എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് മെമ്മറിയിൽ ഉണ്ടാവുക. മനസ്സിലായോ? മെമ്മറിയിൽ അപ്പം അതാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ എന്തുണ്ടാവും? 30 ഡിഗ്രി ആയാൽ ഫാന് ഓൺ ചെയ്യണമെന്നുണ്ടാവും. അപ്പം ഇവിടെ ഒരു സെൻസർ ഉണ്ടാവും, ടെമ്പറേച്ചർ സെൻസർ ഉണ്ടാവും ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസർ എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ ടെമ്പറേച്ചർ എന്താക്കും? 30 ഡിഗ്രി ആയാൽ ഇത് പ്രൊസസ്സറിന് കൊടുക്കും ഡാറ്റ. അപ്പോൾ പ്രൊസസ്സർ ഈ മെമ്മറിയിൽ കയറും. പ്രൊസസ്സർ മെമ്മറി കയറി നോക്കും എന്തായിരുന്നു മെമ്മറി സ്റ്റോർ ചെയ്ത ഡാറ്റ. അപ്പോൾ എന്താ 30 ഡിഗ്രി ആയാൽ ഫാൻ ഓൺ ചെയ്യണം. അപ്പം പ്രൊസസ്സറിന് മനസ്സിലായി 30 ഡിഗ്രി ആയെന്ന് സെൻസറിന് മനസ്സിലായി. അപ്പോൾ പ്രൊസസ്സറിന് എന്ത് ഡിസിഷൻ എടുക്കും? ഓക്കെ, 30 ഡിഗ്രി ആയിന്, അപ്പോൾ മെമ്മറി പറഞ്ഞ പ്രകാരം 30 ആയാൽ ഫാൻ ഓൺ ചെയ്യണം, അപ്പോൾ ഫാൻ ഓൺ ആക്കണം. ഓക്കെ, അപ്പോൾ പ്രൊസസ്സർ എന്താക്കും? ഫാൻ ഓൺ ആക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കും. അപ്പം ആ ഫാൻ ഓൺ ആവണമെന്നെങ്കിലും എന്ത് ചെയ്യണം? ഫാൻ ഓൺ ആവണമെങ്കിൽ ഫാനിൻ്റെ മോട്ടറില്ലേ, ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനാണ് ഈ ആക്ച്വേറ്റേഴ്സ് ആക്ഷൻസ് ചെയ്യുക. ആ മോട്ടർ അപ്പോൾ റൊട്ടേറ്റ് ചെയ്യൽ പ്രൊസസ്സർ ആക്ച്വേറ്റേഴ്സിനോട് പറയുമ്പം ആക്ഷൻ പെർഫോം ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു എംബഡ് സിസ്റ്റത്തിൻ്റെ മോഡൽ. ഓക്കെ, സോ എംബഡ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പ്രൊസസ്സർ, സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ആൻഡ് മെമ്മറി. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്താണ്? അതായത് the idea is that any application should be able to provide a solution to real world problems. Okay, real world problems കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കലാണിത്. ഓക്കെ, അപ്പോൾ സെൻസേഴ്സ് വേണം. സെൻസേഴ്സ് എന്താണ്? പ്രോസസ്സ് ചെയ്യുക ഡാറ്റ. ഓക്കെ, അതിനനുസരിച്ചുള്ള റിസൾട്ട് കൊടുക്കുക ആക്ച്വേറ്റേഴ്സാണ്. ഓക്കെ, സോ വൈ എ PC ഈസ് നോട്ട് കൺസിഡർ? നമ്മൾ നോർമൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഒരു എംബഡ് സിസ്റ്റം ആണെന്ന് പറയാത്തത്? കാരണം അതൊരു ലാർജ് സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ. പിന്നെ അതേപോലെ തന്നെ അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രിൻറ്റിങ്, സ്കാനിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ലോ പവർ കൺസെപ്ഷൻ ഒരു ഗുഡ് ഐഡിയ ആണ്. പക്ഷേ ഇവിടെ നമുക്കത് ലോ പവർ കൺസെപ്ഷൻ നടക്കില്ല. പിന്നെ മെമ്മറീസ് ഇവിടെ വേരിയസ് ഫോമിലുണ്ട്. റാമും റോമും ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഒക്കെ പോലെ. ഓക്കെ, ഈ PC കുറേ വേരിയസ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ മോർ ആപ്ലിക്കേഷൻ ക്യാൻ ബി ആഡഡ് ആസ് ആൻഡ് വെൻ നീഡഡ്. അതേപോലെ തന്നെ നമുക്ക് ഇനി ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുകൊണ്ടൊക്കെയാണ് എംബഡ് സിസ്റ്റം ആയിട്ട് PCനെ കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, കാരണം അതിന് കുറേ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, കീബോർഡ്, മൗസ്, മോഡം, അങ്ങനെ കുറേ എണ്ണുണ്ട്. ഓക്കെ, സോ PC എന്താ അത് ഭയങ്കര റിലയബിൾ ആവണം. പക്ഷേ ലോ പവർ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. The applications on the PC needs to be fast for better performance, but usually there are no time criticality involved. അതായത് ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ ഒരു കോഡ് ചെയ്യാണ്. അപ്പോൾ കോഡ് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഔട്ട് കിട്ടിയില്ല, അത് പിന്നെയും ട്രൈ ചെയ്യണം. അങ്ങനെ അല്ലാതെ വലിയ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവില്ല അതിന്. പക്ഷേ ഇപ്പോൾ ഒരു എംബഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കാറിൻ്റെ എയർ ബാഗ് സിസ്റ്റം, അതായത് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഹിറ്റ് നടന്ന അപ്പം എയർ ബാഗ് പുറത്തേക്ക് വരണം. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എയർ ബാഗ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ആ സ്പോട്ടിൽ അത് വരണം. അപ്പോൾ അതാണ് PCയിൽ അങ്ങനെ സ്പോട്ടിൽ ആക്ഷൻ വന്നില്ലെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഒരു എംബഡ് സിസ്റ്റം ആയ ഒരു കാറിൻ്റെ എയർ ബാഗ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ പിന്നെ ആ സിസ്റ്റത്തിൻ്റെ ആവശ്യം അവിടെ നടക്കണില്ല അല്ലേ, ആ സ്പോട്ടിൽ അത് വരണം. അതുകൊണ്ടാണ് ഈ PCന് ഒരു PCന് ഒരു എംബഡ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. കാരണം അത് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഔട്ട്പുട്ട് വരില്ല, അത് വരണം എന്നില്ല. ഓക്കെ, സോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഓഫ് എംബഡ് സിസ്റ്റമാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഫീച്ചേഴ്സ് ഓഫ് എംബഡ് സിസ്റ്റം. അതേപോലെ തന്നെ താഴെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എംബഡ് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, സോ ഈ 2 ടോപ്പിക്കോടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നമ്മൾ ഇപ്പം ഫീച്ചേഴ്സ് ഓഫ് എംബഡ് സിസ്റ്റം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എംബഡ് സിസ്റ്റത്തിന് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഡെഡിക്കേറ്റഡ് ഫങ്ഷനാലിറ്റി. ഓക്കെ, ഡെഡിക്കേറ്റഡ് ഫങ്ഷനാലിറ്റി. ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഒരു ഗെയിമിനൊക്കെ യൂസ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനിൽ നമുക്ക് വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല അല്ലേ. അതായത് നമുക്ക് ആ വാഷിംഗ് മെഷീൻ ഈ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ, വേറെ ഒരു ഫംഗ്ഷനും അതിൽ പറ്റില്ല. അതാണ് ഇവിടെ ഡെഡിക്കേറ്റഡ് ഫങ്ഷനാലിറ്റി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു എംബഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തത് ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു ലിമിറ്റഡ് ടാസ്ക് മാത്രം പെർഫോം ചെയ്യാനാണ് ഒരു എംബഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തത്. ഓക്കെ,
ഇപ്പം വേറൊരു ഇപ്പോൾ മൈക്രോവേവ് ഓവൻ ആണെങ്കിൽ അതിങ്ങനെ ആ ഫുഡിൻ്റെ ആ പ്രോസസ്സ് മാത്രമേ അത് ചെയ്യുള്ളൂ, അല്ലാത്ത വേറൊരു പ്രോസസ്സും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല, ഒരു തിങ്ങും അതിൽ ഒരു ടാസ്ക്കും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഡെഡിക്കേറ്റഡ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. എന്ത് ടാസ്ക്കാണോ കൊടുത്തത് ആ സ്പെസിഫിക് ടാസ്ക് മാത്രമേ ഈ എംബഡ് സിസ്റ്റം പെർഫോം ചെയ്യുള്ളൂ. അൺലൈക്ക് എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, അതായത് ഒരു കമ്പ്യൂട്ടർ, നമ്മളൊരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ ഒരു വെബ് ബ്രൗസർ എടുക്കുക, അതേപോലെ തന്നെ ഗെയിം യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാൽക്കുലേഷൻസ് ചെയ്യുക, എന്തും ചെയ്യുക അല്ലേ. പക്ഷേ എംബഡ് സിസ്റ്റത്തിൽ എംബഡ് സിസ്റ്റം ഫോക്കസസ് ഓൺ എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓക്കെ, സോ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ റൺ മെനി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ. ജനറൽ പർപ്പസിന് കുറേ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുക, പക്ഷേ എംബഡ് സിസ്റ്റത്തിന് ജസ്റ്റ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വൺ സ്പെസിഫിക് ടാസ്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതായത് ഒരു സ്പെസിഫിക് മാത്രം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഭയങ്കര എഫിഷ്യൻ്റാണ്, റിലയബിളാണ്, ആൻഡ് പെർഫോമൻസ് ഹൈ ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഫോണിൽ കുറേ ആപ്പുകൾ മൾട്ടിപ്പിൾ ആപ്സ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സിസ്റ്റം ഇങ്ങനെ സ്ലോ ആവുക, അല്ലെങ്കിൽ ഫോൺ ഹാങ് ആവുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊറ്റ ടാസ്ക് മാത്രം ചെയ്യുന്നതുകൊണ്ട് ഇത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ എക്സാമ്പിൾ നോക്ക്, വാഷിംഗ് മെഷീൻ കൺട്രോൾഡ്. ഒരു വാഷിംഗ് മെഷീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാഷിംഗ് ഓപ്പറേഷൻസ്, വാട്ടർ ഫില്ലിങ്, റിൻസിങ്, സ്പിന്നിങ്, അതിന് മാത്രമാണ്, വേറെ ആക്ടിവിറ്റീസും അതിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിയൽ ടൈം ഓപ്പറേഷൻ. റിയൽ ടൈം ഓപ്പറേഷനിൽ പറയുന്നത് എന്താ? മെനി എംബഡ് സിസ്റ്റംസ് ആർ റിക്വയർഡ് ടു റെസ്പോണ്ട് ഈവൻ വിത്തിൻ എ സ്പെസിഫിക് ലിമിറ്റഡ് ടൈം ലിമിറ്റ്. അതായത് ഇപ്പം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പം ഒരു കാറിൻ്റെ എയർ ബാഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ എന്താ ഒരു ആക്സിഡൻറ്റ് പറ്റിയോ ആ ഒരു 5 സെക്കൻഡുള്ളിൽ എയർ ബാഗ് ഓപ്പൺ ആവണം, അല്ലാഞ്ഞാൽ അതിനെക്കൊണ്ടൊരു യൂസ്ഫുൾ അല്ല ആ ഒരു തിങ്. ഓക്കെ, സോ അതേപോലെ തന്നെ റിയൽ ടൈം, നമ്മളൊരു ടൈം ഒരു 5 സെക്കൻഡുള്ള എയർ ബാഗ് കംപ്ലീറ്റ് ആയി ഓപ്പൺ ആയി കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ആ പ്രോസസ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കണം. ഓക്കെ, അതാണ് റിയൽ ടൈം ഓപ്പറേഷൻ. അപ്പോൾ ഈ എംബഡ് സിസ്റ്റംസ് എന്താണ്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. The correctness of the system depends not only on the output procedure but also on the time. അതായത് എയർ ബാഗ് എപ്പോഴേലും പുറത്ത് വന്നതെന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ഔട്ട് എന്താ നമുക്ക് കിട്ടേണ്ടി, എയർ ബാഗ് വരണം. പക്ഷെ അത് എപ്പോഴേലും വന്നിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞ ആ ടൈമിൻ്റെ ഉള്ളിൽ ആ എയർ ബാഗ് ആ ഔട്ട്പുട്ട് ജനറേറ്റ് ആവണം. ഓക്കെ, ഇതിനാണ് റിയൽ ടൈം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോ എംബഡ് സിസ്റ്റംസ് ആർ ഓഫൻ യൂസ്ഡ് ഇൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് വെയർ ഫെയിലിയേഴ്സ് ആർ അക്സെപ്റ്റബിൾ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഹാർട്ട് മോണിറ്ററിങ് ഒക്കെ വിചാരിക്കുക. ഓക്കെ, ഒരു ഹാർട്ട് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പോൾ ആ ഹാർട്ട് ബീറ്റ്സ് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആവാൻ പറ്റുമോ? അത് സ്റ്റോപ്പായ ആ ഹ്യൂമൻ്റെ ലൈഫ് തന്നെയല്ല റിസ്ക് ചെയ്യണത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ അതേപോലെ തന്നെ എന്താണ്, ഇത് വർക്ക് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ട് നിൽക്കണം. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കറക്റ്റ്നെസ്സും കണ്ടിന്യൂസ്ലിയും അതേപോലെ തന്നെ ഒരു ഫെയിലിയറും ഇല്ലാതെ അത് ലോങ് ടൈം വർക്ക് ചെയ്യണം. ഓക്കെ, സോ therefore they are designed to operate continuously and accurately for long time. ഓക്കെ, എക്സാമ്പിൾ എന്താ പറഞ്ഞത്? മെഡിക്കൽ മോണിറ്ററിങ് ഡിവൈസസ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ റിലയബിൾ ആവണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോ പവർ കൺസപ്ഷൻ. ഓക്കെ, ഇപ്പം ഒരു സ്മാർട്ട് വാച്ചൊക്കെ ആണെങ്കിൽ ആ ബാറ്ററി കുറേ ദിവസത്തിന് നിൽക്കും അല്ലേ. സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്താൽ കുറേ ദിവസം നിൽക്കും, കാരണം അത് കുറച്ച് പവർ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എംബഡ് സിസ്റ്റംസ് എന്താണ്? ബാറ്ററീസ് വെച്ചുള്ള സിസ്റ്റത്തിലാണ് എംബഡ് സിസ്റ്റംസ് കുറേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോ എനർജി പവർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മെനി എംബഡ് സിസ്റ്റംസ് ഓപ്പറേറ്റ് ഓൺ ബാറ്ററീസ് ഓർ ആർ റിക്വയർഡ് ടു കൺസ്യൂം വെരി ലിറ്റിൽ പവർ. ഓക്കെ, അപ്പോൾ ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനാണ് ഇത് ഡിസൈൻ ചെയ്ത് ഒപ്റ്റിമൈസ് ആക്കിയത്, പവർ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാനും ബാറ്ററി ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനും. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് വാച്ച്, ഫിറ്റ്നസ് ബാൻഡ്സ്, പോർട്ടബിൾ മെഡിക്കൽ ഡിവൈസസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കോമ്പാക്ട് സൈസ്. ഓക്കെ, കോമ്പാക്ട് സൈസിൽ എന്താ പറയുന്നത്? ഈ ഇപ്പോൾ സ്മാർട്ട് വാച്ച് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ അത്ര വലുപ്പമൊക്കെ ഉണ്ട് സ്മാർട്ട് വാച്ച് ഇല്ലല്ലോ, പക്ഷേ ഒരു കമ്പ്യൂട്ടറിൻ്റെ പോലത്തെ ഒരു സാധനമാണ് സ്മാർട്ട് വാച്ചിന് ഉള്ളിലുള്ളത്, അതങ്ങനെ വർക്ക് ചെയ്യാൻ. ഓക്കെ, അതാണ് എംബഡ് സിസ്റ്റംസ് ഭയങ്കര സ്മോളാണ്, കുറച്ച് സ്പേസ് മാത്രമേ ഒരുക്ക് മതി. എംബഡ് സിസ്റ്റം ഓക്യുപ്പൈ ചെയ്യാൻ വെരി സ്മോൾ സ്പേസ് മാത്രം മതി. ഓക്കെ, ഒരു ലാർജ് പ്രൊഡക്ട്സിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്തിട്ട് ആയാലും സ്മോൾ സ്പേസ് മതി. ടൈനി പ്രൊസസ്സേഴ്സാണ് ഈ എംബഡ് സിസ്റ്റം. ഓക്കെ, so embedded systems are generally small and lightweight. They are integrated into larger products without occupying much space. Okay, so advances in integrated circuit technology has made it possible to build powerful embedded system. Okay, അപ്പോൾ പവർഫുൾ എംബഡ് സിസ്റ്റംസ് നമുക്ക് ചെറിയ സൈസിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ എന്താ? ദ കൺട്രോൾ യൂണിറ്റ് ഇൻസൈഡ് എ സ്മാർട്ട് ഫോൺ. നമ്മൾ ഫോണൊക്കെ ഭയങ്കര സ്മോൾ സൈസല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഉള്ളിലെ കൺട്രോൾ സിസ്റ്റം എന്താണ്? ഭയങ്കര സ്മോൾ ഏരിയ മാത്രമേ അത് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ, പക്ഷേ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഓക്കെ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിൽ എന്താ?
ഇപ്പം എന്താ പറയുക, എംബഡ് സിസ്റ്റംസ് ആർ ഡെവലപ്ഡ് ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ഫംഗ്ഷനാലിറ്റി അറ്റ് ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. അതായത് ഇപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ മൈക്രോവേവ് ഇപ്പോൾ ഒരു 1 lakh ഒക്കെ ഉണ്ട്. അത് ആൾക്കാർ വാങ്ങുമോ? ഇല്ല അല്ലേ. അത് അത്ര എക്സ്പെൻസീവ് ആയാലും ആൾക്കാർ വാങ്ങില്ല. അപ്പോൾ ഈ എംബഡ് സിസ്റ്റം എന്താവണം? ഇൻഎക്സ്പെൻസീവ് ആവണം. അതായത് എന്തൊക്കെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അത് ആൾക്കാർ വാങ്ങണമെങ്കിൽ അത് അത്ര എക്സ്പെൻസീവ് ആവാൻ പാടില്ല. ഓക്കെ, സോ എംബഡ് സിസ്റ്റംസ് എന്താ, നമ്മൾ ആവശ്യമുള്ള റിക്വയർഡ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യണം. പക്ഷേ എന്താണ്, പോസിബിൾ ലോ കോസ്റ്റ്ലി അത് പറ്റുള്ളൂ. ദ ഹാർഡ്വെയർ ഇസ് കെയർഫുള്ളി സെലക്റ്റഡ് ടു അവോയ്ഡ് അൺനെസസറി കമ്പോണൻസ്. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് അഫോർഡബിൾ ആക്കാണ്. ഓക്കെ, സോ ഹോം അപ്ലയൻസ് സച്ച് ആസ് മൈക്രോവേവ് ഓവൻ, ഡിജിറ്റൽ ക്ലോക്ക് ഒക്കെ എന്താണ്, ലോ കോസ്റ്റ് എംബഡ് കൺട്രോളേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു ഹാർഡ്വെയറിന് ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിന് ഒരു ഹാർഡ്വെയർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ടുഗെദർ വർക്ക് ചെയ്യുമ്പോഴേ നമുക്കൊരു സക്സസ്ഫുൾ തിങ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഒരു എംബഡ് സിസ്റ്റത്തിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ടുഗെദർ, അതായത് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. In an embedded system, hardware and software are closely integrated and designed together to achieve optimum performance. ഓക്കെ, അപ്പോൾ നമുക്ക് ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ സോഫ്റ്റ്വെയർ ഇസ് സ്പെസിഫിക്കലി റിട്ടേൺ ഫോർ ദ ഹാർഡ്വെയർ ഓൺ വിച്ച് ഇറ്റ് റൺസ്. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആ ഹാർഡ്വെയറിൽ റിട്ടേൺ ആണ്. സോ എക്സാമ്പിൾ എന്താ, സ്മാർട്ട് തെർമോസ്റ്റാറ്റ് യൂസസ് ഡെഡിക്കേറ്റഡ് സെൻസേഴ്സ്, പ്രോസസ്സേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ദറ്റ് വർക്ക് ടുഗെദർ ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ റൂം ടെമ്പറേച്ചർ. ഒരു സ്മാർട്ട് തെർമോസ്റ്റാറ്റ് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. ഓക്കെ, എന്നിട്ട് അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൂമിൽ ടെമ്പറേച്ചർ നോക്കും. നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയാൽ AC ഓട്ടോമാറ്റിക്കലി ഓൺ ആവും അല്ലെങ്കിൽ ഓഫ് ആവും, അങ്ങനത്തെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി ടുഗെദർ വർക്ക് ചെയ്യാണ് അല്ലേ. അപ്പോഴേ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എംബഡ് സിസ്റ്റം. സോ ഫീച്ചേഴ്സ് നമ്മൾ 7 ഫീച്ചേഴ്സ് പറഞ്ഞു. ഡെഡിക്കേറ്റഡ് ഫംഗ്ഷനാലിറ്റി, റിയൽ ടൈം ഓപ്പറേഷൻ, റിലയബിലിറ്റി, ലോ പവർ കൺസപ്ഷൻ, കോമ്പാക്ട് സൈസ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ആൻഡ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ. Okay, now coming to characteristics of embedded system, the first one is single functioned. Okay, as we said, single functioned എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാൽക്കുലേറ്റർ നോക്കുക. ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ ഇപ്പോൾ അതിനൊരു മ്യൂസിക് വെക്കാനോ അങ്ങനെ നമുക്ക് പറ്റില്ല. ഓക്കെ, അതാണ്. അതേപോലെ തന്നെ ഇതെന്താണ്, ഒരു സിംഗിൾ, നമ്മൾ മുകളിൽ ആ ഫീച്ചേഴ്സിൽ പറഞ്ഞ ഡെഡിക്കേറ്റഡ് ഫംഗ്ഷനാലിറ്റി പോലെ തന്നെയാണ് സിംഗിൾ ഫംഗ്ഷൻഡ്. ഓക്കെ, സോ എംബെഡ് സിസ്റ്റംസ് ആർ ഡിസൈൻ ടു പെർഫോം വൺ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, സോ നമ്മളെ പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ എന്താണ്, കുറേ വൈഡ് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് അറ്റ് ടൈം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എംബെഡ് സിസ്റ്റത്തിൽ സിംഗിൾ ഫംഗ്ഷൻഡ് ആണ്. ഡിജിറ്റൽ കാൽക്കുലേറ്റർ പെർഫോംസ് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ഓൺലി. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിയാക്റ്റീവ് ആൻഡ് റിയൽ ടൈം. ആസ് വി സെഡ്, റിയാക്റ്റീവ് ആൻഡ് റിയൽ ടൈം എന്താണ്, ഒരു സഡൻ, ഇപ്പോൾ ഒരു ഫയർ അലാം സിസ്റ്റം ആണ് നോക്കുക. എക്സാമ്പിൾ ഇവിടെ കൊടുത്താണ്ടോ, ഫയർ അലാം സിസ്റ്റം. അതെന്താണ്, ഒരു സ്മോക്ക് ഡിറ്റക്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ അലാം ആക്ടിവേറ്റ് ആവണം. ഓക്കെ, അതാണ് റിയൽ ടൈം ആയിട്ട് നടക്കണം. ഓക്കെ, ദേ മോണിറ്റർ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും സെൻസേഴ്സ് വെച്ചിട്ട്, എന്നിട്ട് ആക്ടിവേറ്റേഴ്സ് വെച്ചിട്ട് ആക്ഷൻസ് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൈക്രോ കൺട്രോളർ ബേസ്ഡ്. ഓക്കെ, മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഒരു എംബഡ് സിസ്റ്റത്തിൻ്റെ ഒരു ബ്രെയിൻ നമ്മൾ പറയും. ഇപ്പം നമ്മളൊരു ഹാർട്ട്, ഒരു ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് മെയിൻ തിങ് ആണ് അല്ലേ. അതേപോലെ തന്നെ എംബഡ് സിസ്റ്റത്തിലൊരു ബ്രെയിനാണ് മൈക്രോ കൺട്രോളർ. ഓക്കെ, എല്ലാ എംബഡ് സിസ്റ്റവും മൈക്രോ കൺട്രോളേഴ്സ്, മൈക്രോ പ്രൊസസ്സേഴ്സൊക്കെ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തത്. ഓക്കെ, ഈ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യാൻ, അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഇത്ര ടെമ്പറേച്ചർ ആകുമ്പോൾ ഫാൻ ഓൺ ആവണം, അങ്ങനത്തെ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യാൻ, ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ, പിന്നെ ഫാൻ ഓൺ ആവണമെങ്കിൽ മോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ആ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുക, അതൊക്കെ ആരാ ചെയ്യണത്, മൈക്രോ കൺട്രോളേഴ്സാണ് ചെയ്യണത്. ഓക്കെ, സോ മോസ്റ്റ് എംബഡ് സിസ്റ്റംസ് ആർ ബിൽഡ് അറൗണ്ട് എ മൈക്രോ കൺട്രോളർ ഓർ മൈക്രോ പ്രൊസസ്സർ. The microcontroller acts as the brain of the system. കണ്ടില്ലേ, brain of the system by processing input, executing instructions and controlling output. Okay, so example എന്താണ്, an Arduino based home automation system uses a microcontroller to control light and appliances. ഓക്കെ, ഇതൊരു മൈക്രോ കൺട്രോളർ ആണ് ഈ Arduino എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതിങ്ങനെയാണ് നമ്മൾ ഹോമിൽ ഇപ്പോൾ സ്വിച്ച് ഇട്ടാൽ താനെ ലൈറ്റ് ഓൺ ആവും. അതായത് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവുക, ഓഫ് ആവുക, അങ്ങനത്തെ തിങ്സൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള തിങ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇസ് റിസോഴ്സ് കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, റിസോഴ്സ് കൺസ്ട്രെയിൻറ്റ് എന്താ, അതായത് കുറച്ച് റിസോഴ്സസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എംബഡ് സിസ്റ്റം ഓപ്പറേറ്റ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് ഇപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ച് നോക്ക്, അതിലിപ്പോൾ 16 GB റാം അങ്ങനെ എന്തോ ഉണ്ടോ, ലാപ്ടോപ്പിൻ്റെയും സിസ്റ്റത്തിൻ്റെയൊക്കെ പോലെ ഇല്ല, ഭയങ്കര സ്മോൾ മെമ്മറിയാണ്. ഓക്കെ, സോ അതെന്താണ്, റിസോഴ്സസ് ഭയങ്കര കൺസ്ട്രെയിൻഡ് ആണ്. മെമ്മറി, പ്രോസസ്സിംഗ് പവർ, സ്റ്റോറേജ് കപ്പാസിറ്റി, എനർജി ഒക്കെ ലിമിറ്റഡ് ആണ്.
കാരണം എന്താണ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ്ഡ് ആവണം, പിന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആവണം, ലോ പവർ ആവണം, ഇതൊക്കെ ആവണം. അപ്പോൾ നമുക്ക് കുറേ മെമ്മറിയും സാധനമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്താ, ടെമ്പറേച്ചർ സെൻസർ നോഡ് മേ contain only a few kilobytes of memory and operate on a small battery. Okay, next is high performance requirements. ഓക്കെ, സോ എംബഡ് സിസ്റ്റംസ് ലിമിറ്റഡ് മെമ്മറി ആണെന്നുണ്ടെങ്കിലും പക്ഷേ ഒരു സ്ലോലി വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഹൈ പെർഫോമൻസ് വേണം. ഇപ്പോൾ ഒരു എയർ ബാഗ് സിസ്റ്റം നോക്ക്, അത് ഹൈ പെർഫോമൻസ് വേണം. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഫയർ അലാം സിസ്റ്റം നോക്ക്, ഒരു ഫയർ ഡിറ്റക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ള അലാം അല്ലെങ്കിൽ അലേർട്ട് ആക്ടിവേറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അത് സ്ലോലി അല്ലെങ്കിൽ ഹാങ് ഉണ്ടാവുക അങ്ങനെ ഒന്നും പാടില്ല. ഓക്കെ, അപ്പം മെനി എംബഡ് സിസ്റ്റംസ് മസ്റ്റ് പെർഫോം ദ ടാസ്ക് ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി. ദ ഡിസൈൻ ടു പ്രൊവൈഡ് ഹൈ പെർഫോമൻസ് വൈൽ വർക്കിംഗ് വിത്ത് ലിമിറ്റഡ് ഹാർഡ്വെയർ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സസ് ആണെങ്കിൽ പോലും ഇവർ ഹൈ പെർഫോമൻസ് കൊടുക്കണം. ഓക്കെ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ഓക്കെ, സോ അതെന്താണ്, മസ്റ്റ് പ്രോസസ് സെൻസർ ഡാറ്റ ആൻഡ് കൺട്രോൾ ബ്രേക്കിംഗ് വിത്തിൻ മില്ലി സെക്കൻഡ്സ്. ഇപ്പോൾ ആലോചിക്കുക, ഡ്രൈവർ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തു, വിത്തിൻ മില്ലി സെക്കൻഡ്സ് ആ ബ്രേക്ക് അവിടെ ലോക്ക് ആവണം അല്ലേ, ആ വീല് നമുക്ക് ലോക്ക് ആവണം, എന്നാലേ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഡിലേ ഉണ്ടായാൽ ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഹൈ പെർഫോമൻസ് ആയതുകൊണ്ടാണ് അല്ലേ. നെക്സ്റ്റ് ഇസ് എംബഡഡ് ഫേംവെയർ. ഓക്കെ, ഒരു ഫേംവെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിസ്റ്റം, ഒരു എംബഡ് സിസ്റ്റം തന്നെ ആണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതാണ് ഫേംവെയർ. ഓക്കെ, അപ്പോൾ ഇതെവിടെ സ്റ്റോർ ചെയ്യുക, സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ എംബഡ് സിസ്റ്റംസ് ഇസ് നോൺ ആസ് ഫേംവെയർ. ഓക്കെ, സോ ഈ ഫേംവെയർ പെർമനൻ്റ്ലി ആണ് സ്റ്റോർ ആവുക. നോൺ വോളറ്റൈൽ മെമ്മറി, അതായത് റോം, ഫ്ലാഷ് മെമ്മറി, ഈ പ്രോമിലൊക്കെയാണ്. അതായത് റാമിലൊന്നും സ്റ്റോർ ചെയ്യില്ല, കാരണം റാം എന്താ, ടെമ്പററി ആണ്, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, അതുകൊണ്ടാണ് റോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പവർ ഓഫ് ആയാലും അതിലുള്ള ഡാറ്റ അതേപോലെ റിമെയിൻ ചെയ്യണം. എക്സാമ്പിൾ എന്താണ്, ഫേംവെയർ ആൻഡ് റൗട്ടർ കൺട്രോൾ ഡാറ്റ ട്രാൻസ്മിഷൻ, നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ആൻഡ് സെക്യൂരിറ്റി ഫംഗ്ഷൻസ്. ഇപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു വൈഫൈ റൗട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻ്റർനെറ്റ് കണക്ഷനും സെക്യൂരിറ്റി നെറ്റ്വർക്ക് സിസ്റ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളൊന്ന് ഓഫാക്കി ഓണാക്കിയാലും അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ അതേപോലെ നടക്കണം, അതിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഒക്കെ അതേപോലെ നടക്കണം. ഓക്കെ, അതാണ് എംബഡഡ് ഫേംവെയർ. ഓക്കെ, സോ ദീസ് 6 ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എംബഡഡ് സിസ്റ്റം. എന്തൊക്കെയായിരുന്നു, സിംഗിൾ ഫംഗ്ഷൻഡ്, റിയാക്റ്റീവ് ആൻഡ് റിയൽ ടൈം, മൈക്രോ കൺട്രോളർ ബേസ്ഡ്, റിസോഴ്സ് കൺസ്ട്രെയിൻഡ്, ഹൈ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് എംബഡഡ് ഫേംവെയർ. Okay, so this is the last topic of the first module of the sensors and devices subject. Okay, സോ ഈ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫസ്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്താ പഠിച്ചു അല്ലേ, ട്രാൻസ്ഡ്യൂസർ എന്താ പഠിച്ചു, ഒരു വൺ ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലേക്കാക്കി കൺവേർട്ട് ചെയ്യലാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ പ്രിൻസിപ്പിൾ എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, പിന്നെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, പാസീവ്, പ്രൈമറി, സെക്കൻഡറി ഒക്കെ ഓർമ്മയല്ലേ. പിന്നെ അനലോഗ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ പഠിച്ചു, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിക്കിൽ തന്നെ ആക്യുറസി, പ്രിസിഷന്, റേഞ്ച് ആൻഡ് സ്പാന്, സെൻസിറ്റിവിറ്റി, ഓർമ്മയല്ലേ, ഇങ്ങനത്തെ ഒക്കെ പഠിച്ചു അല്ലേ. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മെയിൻ ടോപ്പിക്ക് പറഞ്ഞു, അതിനിടയിൽ ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സും പഠിച്ചു. മെയിൻ ടോപ്പിക് എന്താ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ അല്ലേ, സാമ്പിളിങ്, ക്വാണ്ടൈസേഷന്, എൻകോഡിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ വേറൊരു പാർട്ടിലേക്കാണ് എന്നത് എംബഡഡ് സിസ്റ്റം, ഈ വീഡിയോയിൽ പറഞ്ഞത് അല്ലേ. എംബഡഡ് സിസ്റ്റം എന്താണ്, എന്താ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ എന്താണ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഹിയർ വി കംപ്ലീറ്റ് our first module of sensors and devices.